നിങ്ങൾ അങ്ങോട്ടാ പോണേ? ആ ബീച്ചേട്ടനൊന്ന് വീട്ടിലായിരുന്നോടാ. നോക്കിയ പോട്ടാ. ബീച്ചേട്ടാ വണ്ടി എടുക്കണ. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിലാക്കടാ, അല്ല വേറെ വഴിയില്ല. ഫ്രണ്ടില് കുഴിയടാ. പറയണ്ട ചേച്ചി, ഓട്ടോറിക്ഷ ഒന്ന് കുഴിയിൽ വീണോ. എന്തിനാട്ടോ അതൊക്കെ പറയണപ്പ? എന്താ മോനെ, പറയാൻ പറ്റണാണെങ്കിൽ പറ. ചേച്ചി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറുക്കനുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും അതുപോലെ നടക്കും. ഞങ്ങളോട് സൂക്ഷിച്ചു പോകണമെന്ന് മാത്രം അവൻ പറഞ്ഞു. പിന്നെ കിടക്കുന്ന ഇവിടെയാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുപോയി ഓട്ടോറിക്ഷ കുഴി ചാടിച്ചതിന് വെറുതെ ആ പയ്യനെ പറയണ എന്തിനാ? അതെ, അനുഭവത്തിന് വരുമ്പോഴാണ് ഓരോരുത്തരും മനസ്സിലാക്കുള്ളൂ കേട്ടാ. ചേച്ചി, ചേട്ടനെന്താ പറ്റിയ? ഓ, ഇതൊന്നും പറയണ്ട മോനെ. കൊറേ നാളായി ശ്വാസം മുട്ട് തുടങ്ങിയിട്ട്. കൊറേ ഹോസ്പിറ്റലിൽ കാണിച്ച് മാറണില്ലെന്നേ. അതെ. ബിജേട്ടാ, ആരാ വന്നു നോക്കിയേ. ഇവിടെ സ്വസ്ഥത തരൂലല്ലേ. എടാ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്. ഇന്ന് രാവിലെ അറിയാം നിങ്ങൾ ഇവിടെ. എന്നിട്ട് എന്തിനാടാ കൊല്ലാനാണ്? വെള്ളം തന്നേ. ആ, ഇപ്പൊ തരാം. ഇതെന്ത് പറ്റിയ ചേച്ചി? ഓ, ഒന്നും പറയണ്ട മോനെ. ശ്വാസം മുട്ടലാണ്. കൊറേ നാളായി തുടങ്ങിയിട്ട്. ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് മാറണില്ല. എല്ലാം പെട്ടെന്ന് ശരിയാവും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളോട് ഡോക്ടർ എന്താ പറഞ്ഞേ? 2 ദിവസം കൂടി കിടക്കാനാ പറഞ്ഞേക്കണ. അരുണേ, അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ചേച്ചി, എല്ലാം പറഞ്ഞു പോലെ. എന്തുപറ്റി? ഡോക്ടറെ, അയ്യോ, അറിയാൻ പാടില്ല. അയ്യോ ചേട്ടാ, ചേട്ടാ, അയ്യോ എനിക്ക് ചേട്ടാ, എനിക്ക്. അയ്യോ, എന്റെ ചേട്ടൻ പോയേ. അയ്യോ ചേട്ടാ, ചേട്ടാ. എന്താ എന്റെ ചേട്ടൻ പോയി. മറ്റേ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയോ എല്ലാം ശരിയാകുന്നു. പെട്ടെന്ന് ശരിയായില്ലേ? എല്ലാം പെട്ടെന്ന് ശരിയായില്ലേ? അതന്നെ ഞങ്ങൾക്ക് സംഭവിച്ചത്. പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇതാണ് ഞങ്ങള് പറഞ്ഞില്ലേ ആ കരുനാക്കൻ. ഓ ചേട്ടാ, അയ്യോ. ചേച്ചി, കർത്താവ്